സാറ് ഞാൻ അല്ലാതെ പോലെ പറയില്ല, അവർ അകത്ത് വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അകത്തിരുത്തി, ഞങ്ങൾ കേൾക്കാൻ കണക്കിന് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഷാരോണിൻ്റെ കുടുംബം ആഗ്രഹിച്ചതുപോലെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് ഈ കേസിൽ ലഭിച്ചിട്ടുണ്ട്. ഷാരോണിൻ്റെ അച്ഛൻ ജയരാജും അമ്മ പ്രിയയും മീഡിയയോടൊപ്പം ചേരുകയാണ്. പ്രതീക്ഷിച്ചിരുന്ന വിധി തന്നെയായിരുന്നോ? പ്രതീക്ഷിച്ചിരുന്ന വിധിയായിരുന്നു, ശക്തമായ വിധിയായിരുന്നു. ഞങ്ങൾക്ക് അത് അകത്ത് വിളിച്ചിരുത്തി ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നു. അവരിത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ മകൻ നഷ്ടപ്പെട്ടത് അത് വേറൊരു നഷ്ടമാണ്, കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഞങ്ങൾ മാനസികമായി. കോടതിക്കകത്ത് AT ജഡ്ജി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, സാറ് ഞാൻ അല്ലാതെ പോലെ പറയില്ല, അവർ അകത്ത് വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അകത്തിരുത്തി, ഞങ്ങൾ കേൾക്കാൻ കണക്കിന് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചപ്പോൾ തന്നെ ഈ കേസിൽ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും, ഏറ്റവും വലിയ ശിക്ഷ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ വന്നോ? നേരത്തെ ഞങ്ങൾക്കുണ്ടായിരുന്നു, കേസ് ശക്തമാണ്, കറക്റ്റ് പോകുന്നുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാവരും നല്ല രീതിക്ക് നമ്മളെ സഹായിച്ചു, എല്ലാ അർത്ഥത്തിലും സഹായിച്ചു, എല്ലാവരെ കൊണ്ടും സഹായിച്ചു. ഞങ്ങളുടെ കേസ് ശക്തമായിട്ടുണ്ട്. അപ്പോഴേ ഞങ്ങൾക്കറിയാം. ഈ തുടക്കത്തിൽ പാറശാല പോലീസിലാണ് ആദ്യം പരാതി കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള അന്വേഷണവും പിന്നീട് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണവും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു? അത് അന്ന് അവരന്വേഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കൊരു വേറൊരു ടീമിനെ വേണം എന്ന് ഞങ്ങൾ സംസ്ഥാന സർക്കാരോട് ഞങ്ങൾ ആവശ്യം അറിയിച്ചു. പക്ഷെ അത് നടത്തി തന്നു. അന്വേഷണം അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പുതിയൊരു ടീമിനെ പ്രഖ്യാപിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോഴേ ഞങ്ങൾക്കറിയാം ഈ കേസിൽ വഴിത്തിലുണ്ടാവും. കോടതി പോലും അംഗീകരിച്ചായിരുന്നു പോലീസിൻ്റെ അന്വേഷണ മികവിനെ. പാറശാല പോലീസിനെ ഇന്ന് പ്രത്യേകിച്ചും ജഡ്ജി അദ്ദേഹം നല്ലതായിട്ടാണ് പറഞ്ഞത്.